ഹായ് ഓൾ, വെൽക്കം ടു iPlus ട്രേഡിംഗ് സൊല്യൂഷൻസ്. എൻ്റെ പേര് ആര്യ. ഹായ് ഓൾ, iPlusൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി ഏത്? ഓക്കെ, ഏറ്റവും നീളമുള്ള ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി. അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നാലും എന്താണ്? ഉപദ്വീപീയ നദിയാണ്, പെനിൻസുലാർ റിവേഴ്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഇന്ത്യൻ റിവേഴ്സ് നദികൾ പഠിക്കുമ്പോൾ റിവേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഹിമാലയൻ നദികളെന്നും പെനിൻസുലാർ നദികളെന്നും രണ്ടായിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഹിമാലയൻ നദികളിൽ ആരൊക്കെ വരും? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതേപോലെ പെനിൻസുലാർ റിവേഴ്സിലാണെങ്കിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. പ്രധാനപ്പെട്ട നദികളുടെ പേരാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഉപദ്വീപീയ നദികളിൽ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? മഹാനദിയാണോ, കൃഷ്ണയാണോ, കാവേരിയാണോ, ഗോദാവരിയാണോ? ഏതാണ്? ഗോദാവരിയാണ് അല്ലേ. അതായത് എന്താണ്? ഉപദ്വീപീയ നദിയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, ഒന്നാം സ്ഥാനം, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗാ നദിയാണ് അല്ലേ. ഗംഗാ നദിയാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഗംഗാ നദിയാണ്. ഇത്രയുമാണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത്? ഗോദാവരി. അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗോദാവരി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം: കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തായിരുന്നു? കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത നമ്മൾ എന്താണ്? പ്രാചീന കേരളം പഠിക്കുമ്പോൾ അതിനകത്ത് പഴന്തമിഴ് അല്ലെങ്കിൽ സംഘ കാലഘട്ടം പഠിക്കും അല്ലേ. അപ്പോൾ സംഘ കാലഘട്ടത്തിൽ എന്താണ്? പല സെക്ഷൻസ് ആയിട്ട് ആ നാടിനെ അല്ലെ പല 5 തിണകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ല, പാലൈ, പിന്നെ മരുതൽ, നെയ്തൽ. അങ്ങനെ 5 ആയിട്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ കുറിഞ്ചി എന്ന് പറയുന്ന തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കുറിഞ്ചി എന്ന് പറയുന്നത്? എന്താണ്? വരണ്ട പ്രദേശമാണോ, കുന്നിൻ പ്രദേശമാണോ, തീരപ്രദേശമാണോ, പുൽമേടാണോ? ഏതാണ് കുറിഞ്ചി എന്ന് പറയുന്നത്? കുറിഞ്ചി എന്ന് പറയുന്നത് കുന്നിൻ പ്രദേശമാണ് അല്ലേ. കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ്? കുന്നിൻ പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുൽമേടിന് എന്ത് പേര് പറയും? മുല്ലൈ എന്ന് പറയും അല്ലേ. മുല്ലൈ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? പുൽമേട്. തീരപ്രദേശമാണെങ്കിലോ നെയ്തൽ അല്ലേ. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. ഇനി വരണ്ട പ്രദേശമാണെങ്കിലോ പാലൈ അല്ലേ. വരണ്ട പ്രദേശമാണെങ്കിൽ പാലൈ. കുന്നിൻ പ്രദേശത്തിന് എന്ത് പറയും? കുറിഞ്ചി എന്ന് പറയും അല്ലേ. കുറിഞ്ചി, പാലൈ, മുല്ലൈ, പിന്നെ എന്തുണ്ട്? മരുതമുണ്ട് അല്ലേ. മരുതം എന്താണ്? കൃഷിഭൂമിയൊക്കെ അല്ലേ. അതിനെ എന്തോ നമ്മൾ പറയും? മരുതം എന്ന് പറയും. അപ്പം അങ്ങനെ 5 തിണകളായിട്ട് സംഘകാലഘട്ടത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുന്നിൻ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്? കുറിഞ്ചിയാണ്. അപ്പം കുന്നിൻ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? പലതരത്തിലുള്ള ആൾക്കാർ കുന്നിൻ പ്രദേശത്ത് താമസിച്ചിരുന്നു. പിന്നീട് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പാലയാണ്. വരണ്ട പ്രദേശം അല്ലെങ്കിൽ പാഴ്പ്രദേശത്തെയാണ് പാലൈ എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ എന്തായിരുന്നു? മോഷ്ടാക്കളായിരുന്നു അല്ലേ. അവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അവർ മോഷ്ടാക്കളായിരുന്നു. പിന്നീട് വരുന്നത് പുൽമേട്, മുല്ലയാണ്. അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പശുവിനെ ആടിനെയൊക്കെ വളർത്തി ജീവിക്കുന്നവരായിരുന്നു. എന്താണ്? ഇടയർ പോലുള്ള ആൾക്കാരായിരുന്നു പാലയിൽ താമസിച്ചിരുന്നത്. പിന്നീട് മരുതത്തിൽ അവിടെ കൃഷിഭൂമിയായിരുന്നു. അവിടുത്തെ ആൾക്കാർ എന്താണ്? കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്താണ്? നെയ്തലാണ്, തീരപ്രദേശം. അവിടെയുള്ളവർ മീൻ പിടിച്ചും ഉപ്പുണ്ടാക്കിയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് കുന്നിൻ പ്രദേശമാണേ. അടുത്ത ചോദ്യം: സിഗുറാത്തുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ കണ്ടെത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്രാചീന സംസ്കാരങ്ങൾ അല്ലേ. നമുക്ക് 4 സംസ്കാരങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്?
സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. 4 സംസ്കാരങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ സിഗുറാത്തുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് സിഗുറാത്തുമായിട്ട് ബന്ധപ്പെട്ടത്? മെസപ്പൊട്ടേമിയൻ ആണോ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ? ഏതാണ് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ് സിഗുറാത്തുകളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഉയരത്തിൽ നിൽക്കുന്ന ആരാധനാലയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് സിഗുറാത്തുകൾ. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വലിയ ആരാധനാലയങ്ങളെയാണ് സിഗുറാത്ത് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദികൾ ഏതൊക്കെയായിരുന്നു? യൂഫ്രട്ടസും ടൈഗ്രിസും അല്ലേ. യൂഫ്രട്ടസ്, പിന്നീട് ഏതാണ്? ടൈഗ്രിസ്. പിന്നീട് ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദി ഏതാണ്? നൈൽ നദിയാണ് അല്ലേ. നൈൽ നദിയാണ്. ഇനി ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദിയോ? ഹൊയാങ്ഹോ. ഹൊയാങ്ഹോ. ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദി സിന്ധു നദി അല്ലേ. ഓക്കെ, അപ്പൊ ഈ നദികളുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. യൂഫ്രട്ടിസ്, ടൈഗ്രിസ് 2 നദികൾക്ക് ഇടയിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് തന്നെ എന്താണ്? ഈജിപ്റ്റാണ്. അപ്പൊ നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഹൊയാങ്ഹോ നദിയുടെ തീരത്ത് ചൈനീസ് സംസ്കാരവും അതേപോലെ തന്നെ സിന്ധു നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട എഴുത്ത്, അതായത് എന്താണ് ലിപികൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട പട്ടണങ്ങൾ, അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിഗുറാത്തുമായിട്ട് ബന്ധപ്പെട്ടത്. സിഗുറാത്തുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരം ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായിരുന്ന മലയാളി വനിത ആര് എന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായിരുന്ന മലയാളി വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ നേതാവ് ആരായിരുന്നു? അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രിൻ, ക്യാപ്റ്റൻ ലക്ഷ്മി, അന്ന ചാണ്ടി. ആരാണ് ഉത്തരവായിട്ട് വരുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു അല്ലെ. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മലയാളി ആർമിയിലെ നേതാവായിരുന്ന മലയാളി വനിത എന്ന് പറയുന്നത് ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അടുത്ത ചോദ്യം, കൊർദോവ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രാചീന സർവകലാശാലകൾ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ സർവകലാശാല എന്ന് പറയുന്നത് ഏതാണ്? നളന്ദയും തക്ഷശിലയുമാണ് അല്ലെ. ഗുപ്തന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന നളന്ദയും തക്ഷശിലയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ എന്ന് പറയുന്നത്. എന്നാൽ കൊർദോവ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ആൻസർ വരുന്നത്? സ്പെയിൻ ആണ് അല്ലെ. കൊർദോവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്പെയിനിലാണ്. ഓക്കെ, സ്പെയിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്പെയിൻ. ഓക്കെ, സ്പെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇറ്റലിയിലെ 2 സർവകലാശാലകൾ ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? പാദുവ, പാവിയ. ഓക്കെ, ഇറ്റലിയിലെ 2 സർവകലാശാലകൾ പാദുവ, പാവിയ. ഇവ രണ്ടുമാണ് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട 2 സർവകലാശാലകൾ. ഇംഗ്ലണ്ടിലാണെങ്കിലോ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അല്ലേ. ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ആണ്. ഫ്രാൻസിലെ സർവകലാശാലകളൊന്നും പറയുന്നില്ല. പിന്നീട് സ്പെയിനിലുള്ളത് ഏതാണ്? കൊർദോവ സർവകലാശാലയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇറ്റലിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറ്റലിയിലെ പ്രസിദ്ധമായ 2 പ്രാചീന സർവകലാശാലകളാണ് ഏതൊക്കെ? പാദുവ, പാവിയ. അത് രണ്ടും ഇറ്റലിയിലാണ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. പിന്നീട് സ്പെയിനിൽ വരുന്ന ഏതാണ്? കൊർദോവ സർവകലാശാലയാണ്. ഇന്ത്യയിലെ പ്രാചീന സർവകലാശാലകൾ ഏതൊക്കെയാണ്? നളന്ദയും തക്ഷശിലയും. ആരുടെ കാലത്താണ്? അതുകൂടി ഓർത്തിരിക്കുന്നത് ഗുപ്തന്മാരുടെ കാലത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ PYQs തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്